എറണാകുളം തൃപ്പൂണിത്തുറ ഏരൂരിൽ സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണു. പേടിക്കേണ്ട, കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഇന്നലെ അവധി ദിവസമായിരുന്നു. ഉപയോഗിക്കാതിരുന്ന കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. KMUP സ്കൂളിലെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് ഇന്നലെ ഇടിഞ്ഞു വീണത്. ഇന്നലെ സ്കൂൾ അവധിയായിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. അപകട ഭീഷണി പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, തൃപ്പൂണിത്തുറ ഏരൂരിലെ KMUP സ്കൂളിലെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. പക്ഷേ സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടികളൊക്കെ ഈ ഭാഗത്ത് പോയി കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നില്ലേ? വലിയൊരു അപകടം ഒഴിവായി അല്ലേ? അരുൺകുമാർ, തീർച്ചയായിട്ടും വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഈ സ്കൂളുകളിലെ സുരക്ഷാ വീഴ്ച അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനുള്ളത് എരൂർ KMUP സ്കൂളിലാണ്. KMUP സ്കൂളിലെ ഒരു കെട്ടിടമാണ് നമ്മൾ കാണുന്നത്. ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ്. നേരത്തെ പാചകപുരിയായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ്. ആ കെട്ടിടം ഇപ്പോൾ ഉപയോഗശൂന്യമായി നിലനിൽക്കുകയാണ്. അതിനിടയിൽ, അതായത് ഇത് പഴയ കെട്ടിടമായതിനാൽ തന്നെ പല തവണ ഇത് പൊളിച്ചു നീക്കണമെന്നുള്ള ആവശ്യം സ്കൂൾ അധികൃതർ മുന്നോട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ മുനിസിപ്പാലിറ്റി ആ നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് കൂടിയാണ് അവർ പരാതിയായി പറയുന്നത്. നമുക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയും, ഒരു വശത്താകെ തന്നെ ഈ കെട്ടിടം ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ഈ കുട്ടികൾ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു വശത്ത് നമുക്ക് കാണാൻ കഴിയും, അതായത് കുട്ടികൾ വന്ന് കളിക്കുന്ന ഇടം കൂടിയാണ്. ഇന്നലെ ആണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളില്ലാത്തതിനാൽ തന്നെ, ഈ സ്കൂൾ അവധിയായതിനാൽ തന്നെ വലിയ ദുരന്തം ഒഴിവായെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ ഭാഗത്തൊക്കെ തന്നെ കുട്ടികൾ വന്ന് നിരന്തരമായി കളിക്കാറുള്ള സ്ഥലം കൂടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ഈ പ്രദേശത്ത് ഇവിടെയൊക്കെ തന്നെ കുട്ടികൾ വരാറുണ്ട്. ഇവിടെ നിന്ന് ഇതുവഴി ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ കെട്ടിടത്തിൻ്റെ പിറകുവശമാണ്, അതാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെയുള്ള പ്രദേശവാസികൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്നാ ഇത് സംഭവിച്ചത്? ഇത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസമാണ് സംഭവിച്ചത്. ഭാഗ്യത്തിന് അന്ന് ക്ലാസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കെട്ടിടത്തിൻ്റെ അപകടാവസ്ഥ നമ്മൾ പല പ്രാവശ്യം ഇവിടെ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ 2024 ഓഗസ്റ്റ് 23 ഈ സ്കൂളിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇവിടുത്തെ മറ്റ് കുറച്ച് വിഷയങ്ങൾ കൂടി ഇവിടെ തന്നെയുണ്ട്. അത് പറയുകയാണെങ്കിൽ നമ്മളിവിടെ കമ്പികളൊക്കെ അവിടെ സ്റ്റെയറിൻ്റെ അവിടെ നീണ്ടു നിൽപ്പുണ്ട്, അപകട ഭീഷണിയെടുത്തുനിന്ന്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്കൂൾ ബസ് ഒരുപാട് വർഷങ്ങളായിട്ട് ചുമ്മാ കട്ടപ്പുറത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ബിൽഡിംഗ്, ഇവിടെ വാട്ടർ പ്യൂരിഫയർ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ബിൽഡിങ്ങിനോട് ചേർന്നാണ് ഇപ്പോഴത്തെ കഞ്ഞിപ്പുര പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇപ്പം പറഞ്ഞത് ആക്വേശമാണെങ്കിൽ, അത് ഇപ്പുറത്തെ വശം അല്ലെങ്കിൽ ഫ്രണ്ടിലൊക്കെ ആണെന്നെങ്കിൽ സ്കൂൾ പ്രവർത്തിക്കുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അപകടം ഉണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിൽ നമ്മളെല്ലാം രക്ഷപ്പെട്ടു. അപ്പോൾ ഇതിൽ കൃത്യമായി പറയുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സ്കൂളിലെ അധികൃതമായി സംസാരിച്ചപ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് മുനിസിപ്പാലിറ്റിയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടുത്തെ HM ആയിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ നവമാധ്യമങ്ങൾ 2024 റിപ്പോർട്ട് ചെയ്താണ്. അപ്പോൾ അതനുസരിച്ച് HM കണ്ടപ്പോഴത്തേക്ക് HM പറഞ്ഞ് മുനിസിപ്പാലിറ്റീനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു കാലതാമസമാണ് ഈ ഒരു വിഷയം ഉണ്ടായത്. ഇപ്പോൾ അടിയന്തരമായിട്ട് കഴിഞ്ഞ ആഴ്ച ശരിക്കും ഒരു വിള്ളൽ വീണ്, ഭയങ്കരമായിട്ട് വിള്ളൽ വീണപ്പോഴത്തേക്കാണ് ഒന്നും കൂടി മുനിസിപ്പാലിറ്റി അറിയിച്ചാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നിട്ട് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഭാഗത്തൊക്കെ കുട്ടികൾ വന്ന് നിൽക്കുന്നതാണ്. പിന്നെ തീർച്ചയായിട്ടും ഇത് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ കഞ്ഞിപ്പുര ഇവിടെയാണ്. ഇപ്പം ഈ കാണോ, ഈ ഇടിഞ്ഞു വീണ കെട്ടിടം കാണാൻ ഈ കാണുന്നത്. ഇതിനോട് ചേർന്നാണ് ഇപ്പോൾ ഉള്ള കഞ്ഞിപ്പുര. ആൾക്കാർ കണ്ടില്ലേ, അവിടെ കഞ്ഞിണ്ടാക്കുന്ന ചേച്ചിമാരൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അത്രയും ലൈവായിട്ട് നിൽക്കുന്ന ഒരു ബിൽഡിംഗാണ് സംഭവം ഇതുള്ളത്. ഇത് മാത്രമല്ല, ഇപ്പോൾ തൃപ്പൂണിത്തുറ നഗരസഭയിൽ പാലസ് സ്കൂൾ, ഗേൾസ് സ്കൂൾ, സാംസ്കൃതിക സ്കൂൾ, അതെല്ലാം തന്നെ അവിടെ ഇത്തരത്തിലുള്ള അപകട ഭീഷണിയുള്ള ബിൽഡിങ്ങുകൾ പഴയ കെട്ടിടമുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് അവിടെ മുനിസിപ്പാലിറ്റിയിൽ ഉള്ളതാണ്. അത് ഈ പറഞ്ഞ 4 സ്കൂളുകളിലും ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ പ്രതിഷേധം? നമ്മുടെ പ്രതിഷേധ പരിപാടി ഇന്നിപ്പോൾ HM വിളിച്ചപ്പോൾ HM വൈകുന്നതാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഒരു താൽക്കാലികം ഒരു പ്രതിഷേധ യോഗം മാത്രമായിട്ട് നടത്തുന്നത്. ഈ ഉടൻ തന്നെ നഗരസഭ ഇത് നടപടി എടുത്തില്ല. എത്ര കാലമായി ഉപയോഗശൂന്യമായി? 4 വർഷത്തോളം ഉപയോഗശൂന്യമല്ല, ഉപയോഗശൂന്യമായി കിടക്കുകയാണ് സംഭവം. അതായത് അതിൻ്റെ ഇടയിൽ കുറച്ച് നാളൊക്കെ സാധനങ്ങൾ എടുക്കലും പിടിക്കലൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ വാട്ടർ പ്യൂരിഫയർ കംപ്ലൈൻ്റ് ആയിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ അതൊന്നും മെയിൻ്റനൻസ് എന്നുള്ള സംഭവം നോക്കുന്നില്ല. ഒരു പരിപാലന ചുമതലയുള്ള മുനിസിപ്പാലിറ്റിയുടെ കഴിവുകേടാണിത്. അതായത് ഇതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഈ സ്കൂളിനോട് ചേർന്നാണ് 1/2 കിലോമീറ്റർ. അവർ വന്ന് കണ്ടിരുന്നു ഇക്കാര്യം ശ്രദ്ധപ്പെടുത്തിയപ്പോൾ അവർ വന്ന് കാണുകയോ? ഇവിടുന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞ് അറിയിച്ചിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വന്ന് കാണുമല്ലോ. അതാണല്ലോ അവരുടെ ഉത്തരവാദിത്തമായിട്ട് ജോലി അതാണല്ലോ. പക്ഷേ ഒരു നടപടി എടുത്തിട്ടില്ല. എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇതിനെ തൊട്ട് ചേർന്നുള്ള റെയിൽവേ ഓവർബ്രിഡ്ജ് ഉണ്ട്. അവിടുത്തെ വഴിവിളക്കുകൾ പോയിട്ട് 3 വർഷത്തിനേറെ യൂത്ത് കോൺഗ്രസിന് ഒരുപാട് സമയം നടത്തി 2 പേരും മരിച്ച്. എന്നിട്ട് പോലും ഒരു ലൈറ്റ് ഇടാൻ പോലുള്ള നടപടി അവർ സ്വീകരിച്ചു. അരുൺകുമാർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കെട്ടിടത്തിന്റെ അവസ്ഥയാണ് നമ്മൾ കണ്ടത്. 4 വർഷമായിട്ട് അത് ഉപയോഗശൂന്യമായി
തുടരുകയായിരുന്നു. ആ കെട്ടിടമാണ് ഇന്നലെ ഇടിഞ്ഞു വീണിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം തന്നെ ഇക്കാര്യം കൃത്യമായി മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. പക്ഷേ മുനിസിപ്പാലിറ്റി അധികൃതർ ഒരു പ്രാവശ്യം പോലും ഇവിടെ വന്ന് നോക്കാനോ അതിൽ നടപടിയെടുക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ. ശരൺ, ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുക തന്നെ ചെയ്യണം. നമ്മുടെ കുറുമ്പന്മാരും കുറുമ്പത്തികളും ഒക്കെ അല്ലേ, കൊച്ചു കുട്ടികളല്ലേ, അവർ കളിക്കാനൊക്കെ പോയി സാറ്റൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പോയി സാറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ചിരിക്കുമ്പോഴായിരിക്കും ഇതെല്ലാം കൂടി പൊളിഞ്ഞ് താഴെ വീഴാൻ പോകുന്നത്. ഒരു അപകടമുണ്ടായി. നമ്മളൊരു കുഞ്ഞിനെ കൊടുത്തതല്ലേ, മിഥുനെ കൊടുത്തതല്ലേ, എന്നിട്ടും ഇത് പഠിക്കാത്തത് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ.